സഹോദരന്മാരെ, നമ്മുടെ മഹത്തായ ഉറൂസിന്റെ സമാപന ചടങ്ങിലേക്കാണ് നാം കടക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പട്ടണ പ്രദക്ഷിണം കഴിഞ്ഞു നാം തിരിച്ചെത്തി. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ നടത്തുന്ന ദുആ പ്രാർത്ഥനയാണ് നമ്മുടെ ഈ വർഷത്തെ ഉറൂസിന്റെ അവസാനത്തെ പരിപാടി. അതിനുവേണ്ടി ബഹുമാന്യനും ആദരണീയനുമായ മുത്തന്നൂർ തങ്ങളവറുകളെ ഞാൻ ഈ ജമാഅത്തിന് വേണ്ടിയും ഈ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا إلى حضرة البدريين والوحديين والخندقين والخيبريين
وإلى حضرة خواجة معين الدين الجزري الأجميري قدس الله سره العزيز وابنه فخر الدين باب السلواني قدس الله سره العزيز وابن ابنه أسام الدين سامباري قدس الله سره العزيز وإلى حضرة جدي علي القطب الأخضر قدس الله سره العزيز وإلى حضرة الأولياء من مشارق الأرض إلى مغاربها خصوصا وإلى حضرة من حضرنا عندهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله. أستغفر الله العظيم. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ മുഴുവനും അല്ലാഹുവേ നീ പുറത്തു തരണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതുക. വളരെ സന്തോഷത്തോടുകൂടെ 10 ദിവസത്തോളമായി ഈ മജ്‌ലിസ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ബീവി ഉമ്മയുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് ദൂരത്തുനിന്ന് വന്ന ആളുകളാണ്. നമ്മളെ ഖൽബ് അല്ലാഹു കാണുന്നുണ്ട്. ഓരോ ആളുകളും ഇവിടെ വരുമ്പോൾ അവരൊക്കെ ഖൽബ് അല്ലാഹു കാണുന്നുണ്ട്. മഹാന്മാരാകുന്ന ആളുകളും കാണുന്നുണ്ട്, മഹതിമാരെ കാണുന്നുണ്ട്. ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന ലക്ഷ്യമുണ്ട്. ഓരോ മനുഷ്യനും അവന് കരുതിയത് ലഭിക്കും. ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നവരാണെങ്കിൽ ഓന് കച്ചവടം കിട്ടും.
ആളുകളെ കാണാൻ വന്നവരാണെങ്കിൽ ഓൻ അത് കിട്ടും. അതല്ല, ഞാനിവിടെ വന്ന് മണിക്കൂറുകളോളം ഉറക്കമടിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഉറങ്ങാത്ത ആളുകൾ നമ്മളെ ഈ സദസ്സിലുണ്ട്. ഇങ്ങനെ നമ്മളിവിടെ വന്ന് ഇൻഷാ അല്ലാഹ് മഹാന്മാരുടെ ഹദറത്ത് വന്ന് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുമ്പോൾ അള്ളാഹു എന്നെ തട്ടിക്കളയുകയില്ല. നമ്മളൊക്കെ മോശപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിന്റെ മഹാന്മാരാകുന്ന ആളുകൾ അള്ളാഹുവിനെ പേടിച്ച് നടന്ന ആളുകളാണ്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ. ഒരാൾ അള്ളാഹുവിനെ പേടിച്ചാൽ, അള്ളാഹുവിനെ പേടിച്ച് നടന്നാൽ ഓരെല്ലാവരും പേടിക്കും. നമ്മളെ ഉറൂസാരും നടത്താൻ വരുന്നില്ലല്ലോ. ഒരുപാട് ആളുകൾ ഇവിടെ മരിച്ചിട്ടില്ലേ? ബീബി ഉമ്മയുടെ കാലഘട്ടത്തിൽ മരിച്ചുപോയ കുറെ ആളുകളുണ്ട്. അവരൊന്നും ഉറൂസാരും നടത്തുന്നില്ല. എന്തേ കാരണം? അവരൊക്കെ മറന്നുപോയി. ഇവർ ദീനി ദഅവത്തിന് വേണ്ടി ഇവിടെ വരികയും അവര് ഹയാത്ത് കാലങ്ങളിൽ അവര് നേരിട്ട് ദഅവത്ത് നടത്തി ഈ നാടിനെയും പരിസരങ്ങളിലും ഒക്കെ. ഇന്ന് ബഹുമാനപ്പെട്ടവർ മഹദി അവറുകൾ ഇവിടെ വഫാത്തായി, അവിടുന്ന് നിയന്ത്രിക്കാൻ ആ നിയന്ത്രണമാണ് ഈ കാണുന്നതൊക്കെ. ഇത്രയും ആളുകൾ ഇവിടെ വന്നതും 10 ദിവസത്തോളം ഒരു പ്രയാസം വിഷമമില്ലാതെ നമ്മൾ നല്ല ഉഷാറിൽ പരിപാടി നടത്തുകയാണ്. നമ്മളെ വീട്ടിൽ ഒരു 1000 ആളുകളെ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര പ്രയാസമാണ് നമുക്കത് നടത്തി തീരാൻ. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ലൈറ്റ് വേണം, അവർക്ക് സൗകര്യം വേണം, ബാത്റൂം വേണം, ഒക്കെ വേണം. ഇത്ര 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നുപോയി അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അവർക്ക് ബാത്റൂം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഒരു പ്രയാസവും ഇല്ലാതെ ഇതൊക്കെ ഇവിടെ നടന്നു പോകുന്നത് അവരെങ്ങനെ നിയന്ത്രണമാണ്. ആ നിയന്ത്രണത്തിന്റെ ഹാദിമീങ്ങളാവാൻ ഈ വർഷത്തുള്ള ഉറൂസ് കമ്മിറ്റിക്കും ജമാഅത്ത് കമ്മിറ്റിക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞു എന്നുള്ളതും ഈ സമാപന സമയത്ത് ഈ സദസ്സിൽ വന്ന് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന് തൗഫീഖ് കിട്ടിയ ആളുകളാണ്. അല്ലാത്ത ആളുകളൊക്കെ പോയി, അവരൊക്കെ പോയി. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മോശപ്പെട്ട ആളുകളാണ്, നമ്മൾ ബാറ്ററി ചാർജ് ഇല്ലാത്ത ആളുകളാണ്. മഹാന്മാരാളുകൾ തവസ്സുലാക്കി നമ്മളത് വരക്കുമ്പോൾ നമ്മളത് അല്ലാഹു കബൂലാക്കും. ഒരു ടോർച്ച് 3 കട്ടയുള്ള ബാറ്ററിയുള്ള ഒരു ടോർച്ച്, ആ ടോർച്ചിൽ 2 ബാറ്ററി ചാർജ് ഉള്ളതും 1 ചാർജ് ഇല്ലാത്തതും. അപ്പോൾ ആദ്യം ഒന്ന് ചാർജുള്ള ബാറ്ററി ഇട്ട്, പിന്നെ ചാർജ് ഇല്ലാത്ത ബാറ്ററി ഇട്ട്, പിന്നീട് വീണ്ടും ചാർജുള്ള ബാറ്ററി ഇട്ടുമ്പോൾ അതിന് പ്രകാശം ഉണ്ടാവും. കാരണം 2 ചാർജുള്ള ബാറ്ററി ചാർജ് ഇല്ലാത്ത ആ ഒരു ബാറ്ററിയെ ചാർജ് ചെയ്യും. ഇവിടെ ചാർജ് ചെയ്യേണ്ടവർ ഇവർ ചാർജ് ചെയ്യണം. നമ്മളൊക്കെ മോശപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഖൽബ് നന്നാവണം. നമ്മൾ ഇന്ന് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഖതീബ് ഉസ്താദ് ഉമ്മർ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിസ്കാരത്തിനെ പറ്റി വളരെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒക്കെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരും നേരത്തെ പറഞ്ഞ ആളുകളും ഒക്കെ പറഞ്ഞതിന്റെ ആകെ തുക 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം. നമ്മൾ ആ നിസ്കരിക്കുമ്പോഴാണ് നമുക്കെല്ലാം ഉണ്ടാവുള്ളൂ. ചില ആളുകൾ ഔലിയാകുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതിരിക്കുക എന്നാണ് ചിലവർ അർത്ഥം വെച്ചത്. നിസ്കരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഞാൻ അള്ളാന്റെ ഔലിയാണ്, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഞാൻ വലിയ തെരീഖത്തിന്റെ ആളാണ്, ഇല്ലെങ്കിൽ നല്ല സൂഫിസത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതിരിക്കലല്ല എൻ്റെ അർത്ഥം. നിസ്കരിച്ച് 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 ഫർദായ അമലുകൾ മുഴുവനും കഴിഞ്ഞ് സുന്നത്തായ അമലുകൾ വീണ്ടും ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാകുന്ന ആളുകൾ. അവരാണ് ഞാൻ പറഞ്ഞ ചാർജുള്ള വ്യക്തികൾ. അത്തരക്കാരാകുന്ന ആളുകളെയാണ് ജനങ്ങൾ വിളിക്കുന്നത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ. ഒരാൾ അള്ളാഹുവിനെ പേടിച്ചാൽ ഓനെല്ലാവരും പേടിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ഖളാ പ്രകാരം ഇവിടെ എത്തുകയും അൽഹംദുലില്ലാഹ് ഇവിടെ ഈ ലോകം ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഭീമാ പള്ളി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ആരുമില്ല. ഇതിന്റെ പള്ളിയെ കുറിച്ചും ഒക്കെ പറയാറ് അങ്ങനെയാണ്. ഇതിന്റെ എഞ്ചിനീയർമാരെ പറ്റി പറയാറ് ആ എഞ്ചിനീയറുടെ കണ്ണ് തട്ടാതെ ഒരു ഇഷ്ടിക പോലും ഇതിന് വെച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. അത്രയും സൂക്ഷ്മതയോടുകൂടെയാണുള്ളത്. ഞാൻ ഓർക്കുന്നു, ചെറിയ മുതഅല്ലിമായ സമയത്ത് കുറെ തവണ ഇവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പം 2 തവണ ഇൻഷാ അല്ലാഹ് ഈ ഉറൂസിന്റെ സമാപനത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിന്റെ ഒരു കൂട്ടിയെഴുത്തും
അതുപോലെ മഹദി അവരുടെ ഒരു പൊരുത്തം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. ആ പൊരുത്തം നമുക്ക് തരണം. അത് നമുക്ക് സ്വർഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നമുക്ക് കാണാൻ കഴിയണം. അതിന് എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം. ഇവിടെ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മളെ കൽബിൽ അങ്ങനെ ആവണം. നമ്മളൊക്കെ 5 വക്ത് നിസ്കാരം കറക്റ്റ് ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാൻ തീരുമാനിച്ചോ? കഴിഞ്ഞ കാലത്ത് ചിലപ്പോൾ നമുക്ക് വിവരമില്ലായിട്ടും അല്ലെങ്കിൽ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ടൊക്കെ ചില നിസ്കാരങ്ങളൊക്കെ ഒഴിവായി പോയിട്ടുണ്ടാവും. അല്ലാഹു തആല അതൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു തആല പുറത്തു തരട്ടെ. ഒരു ഗഫൂറാണ്, ഓൻ റഹീമാണല്ലോ. നമ്മുടെ മാതിരിയല്ല, ഓ റഹ്മാനാണ്, റഹീമാണ്. ഓരെല്ലാ വസ്തുവാനാണ്. നമ്മൾ കാരണം മോശ കൽബ് മോശ. നമുക്ക് ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലും നമ്മളോട് കാണിച്ചാൽ ഓരോ പകരം വീട്ടണമെന്നുണ്ടോ? പടച്ചോൻ അങ്ങനെയൊന്നുമില്ല. പടച്ചോനോട് പിന്നെയും പടച്ചോനായിട്ട് പുറത്തു തരണമെന്ന് പറഞ്ഞാൽ ഓൻ പുറത്തു തരും. കാരണം 99 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ചോദിച്ചില്ലേ, 100ാമത്തെ ഒരാളോട് ചെന്നിട്ട് ചോദിച്ച് എനിക്ക് തൗബയുണ്ടോ? അപ്പൊ പറഞ്ഞു 99 ആളെ നീ കൊന്നു വരുന്ന നിനക്ക് തൗബയില്ല എന്നാ പണ്ഡിതൻ പറഞ്ഞപ്പോ 100ാമത്തെ ആളെ കൊന്ന്. ആ തൗബല്ല എന്ന് പറയുമ്പോൾ അയാളെ കൊന്ന്. എന്നിട്ട് പടച്ചവനോട് ചോദിക്ക്, നിനക്ക് പടച്ചവനെ തൗബണോ? അപ്പൊ പടച്ചവൻ പുറത്തു കൊടുക്കാൻ വേണ്ടി, പൊറുക്കലിന് വേണ്ടി, തൗബക്ക് വേണ്ടി മറ്റൊരിടത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇദ്ദേഹം മരിച്ചപ്പോൾ തൗബ അദ്ദേഹം ചെയ്തില്ല. പക്ഷെ തൗബ ചൊല്ലാൻ വേണ്ടി പോവാണ്. 100 ആളെ കൊന്നിട്ട് 99 കൊന്ന് 100ാമത്തെ ആളെ കൊന്ന് പിന്നെയും അദ്ദേഹം തൗബക്ക് വേണ്ടി പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ സ്വർഗത്തിന്റെ മലായികത്തീങ്ങളും അതുപോലെ നരകത്തിന്റെ മലായികത്തും 2 ടീമും അവിടെ എത്തി. ഓര് പറഞ്ഞു നരകത്തിന്റെ ടീം ഞങ്ങൾ കൊണ്ടുപോകണം, സ്വർഗത്തിന്റെ ടീം പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകണം. രണ്ടുകൂടി ഭയങ്കര തർക്കോ. അപ്പൊ പറഞ്ഞു ഓ തൗബയിലില്ല. അപ്പൊ സുബ്ഹാന തൗബക്ക് വേണ്ടി പുറപ്പെട്ടു. നല്ല ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് പുറപ്പെട്ടപ്പോ ആ ഉദ്ദേശം നന്നായത് കൊണ്ട് ഓന്റെ തൗബ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? സ്വർഗത്തിന്റെ മലായികത്തീങ്ങൾ പറയുന്നത്. നരകത്തിന്റെ ആളുകൾ പറയണത് ഓൻ തൗബ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവനെ നരകത്തിന്റെ അഹലുകാർ ഞങ്ങൾ കൊണ്ടുപോകും. അവസാനം തീരുമാനമായത് അവന് നടക്കുന്ന വഴി ഒന്ന് അളന്നു നോക്കുക. പുറപ്പെട്ടു എവിടുന്നാ മരിച്ചത്, ആ മരിച്ച സ്ഥലത്ത് നിന്ന് ഇനി തൗബക്കുള്ള സ്ഥലം അളന്നു നോക്കുക. പുറപ്പെട്ടു നോക്കുമ്പോ പിന്നെ തൗബക്കുള്ള സ്ഥലത്ത് കാണാൻ കുറച്ചും കൂടി മുന്തിക്കണേ. അപ്പൊ 100 മീറ്റർ ആണെങ്കിൽ ഉദാഹരണം ഒരു 55 മീറ്റർ എങ്ങോട്ട് പോയിട്ടുണ്ട്, 5 മീറ്ററും കൂടി തൗബക്ക് പോയതുകൊണ്ട് ആ തൗബനെ അല്ലാഹു കബൂലാക്കിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ അഹലുകാരാണ് കൊണ്ടുപോയി. അപ്പൊ നമ്മള് ഒന്നുകൊണ്ട് പേടിക്കണം, പടച്ച് നമ്മൾ ഒരുപാട് തെറ്റൊക്കെ ചെയ്ത് ഞാനുങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ പൂർത്തിയാക്കാൻ നമ്മള് അള്ളാഹുവിനോട് നമ്മൾ പറയാം. അതിന് മഹാന്മാരാകുന്ന ആളുകളെ ഇടപിടിക്കുക. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ചാർജില്ല. അപ്പൊ ചാർജ് പോലെ ആക്കണം നിങ്ങൾ. അപ്പൊ നമ്മളെ കഴിവുണ്ടാക്കണം, കഴിവ് ഞങ്ങൾ ഉഷാറാണ്. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും സഹോദരികളും ഒക്കെ ഔറത്ത് മറച്ച് നടക്കണം. ഓരോരുത്തരുടെയും മദ്ഹബ് അനുസരിച്ചൊക്കെ ഉണ്ടാവും. ഷാഫി മദ്ഹബുകാരെ, ഹനഫി മദ്ഹബുകാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഔറത്തൊക്കെ മറച്ച് നടക്കണം. അതുപോലെ ബാപ്പനിമ്മയെ നമ്മൾ ബഹുമാനിക്കണം. അവരെ നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല. ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാര്, ഇവിടുത്തെ ഖാദിമീങ്ങള്, ഇവിടുത്തെ പോലീസുകാര്, ഇവിടുത്തെ സെക്യൂരിറ്റിക്കാര്, ഇവിടുത്തെ ജീവനക്കാരാകുന്ന അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. കാരണം എന്തുകൊണ്ട് അവരൊക്കെ ഇവിടുത്തെ ഖാദിമീങ്ങളാണ്. ആ ഖാദിമീങ്ങളൊക്കെ നമ്മൾ മഹബ്ബത്ത് വെക്കണം. അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് കാണാനും കൂടാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് 4 മണിയാകുമ്പോ നമ്മുടെ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് നോക്കും. ഞാൻ കുറേ ദൂരത്തുനിന്ന് വരികയാണ്. വന്ന രാവിലെ പുറപ്പെട്ടിങ്ങനെ വരികയാണ്. നാളെ രാവിലെ എനിക്ക് വീട്ടിലെത്തണം. പക്ഷേ ഇവിടുത്തെ ഒരു വിളി എത്തിയാൽ നാളെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് വരുന്ന ദിവസം ചൊവ്വാഴ്ച അല്ലാഹു തആല സലാമത്ത് കൊടുക്കട്ടെ, നൽകട്ടെ. അനവരെ കൊണ്ട് വരികയെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. ഓർക്കൊക്കെ ഹൈർ കൊടുക്കട്ടെ. നമ്മളോടൊക്കെ പലപ്പോഴും ദ്വാരക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ പെട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന ഖാദിമീങ്ങളുണ്ട്, ഓരോട് കുറെ ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ബക്കറ്റിന്റെ മുമ്പിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞ ആളുകൾ ഇതൊക്കെ നിറവേറ്റല് നമ്മൾ അവസാനത്തേക്ക് അല്ലാഹു കബൂലാക്കട്ടെ. നമുക്കൊക്കെ ഇനി ഇവിടെ വരാനും ഖിദ്മ ചെയ്യാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
أستغفر الله العظيم 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 يا حي يا قيوم 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 لا إله إلا الله محمد رسول الله 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 ورضاك مطلوبي إلهي إلهي أنت مقصودي ورضاك مطلوبي يا محسن المرادات الله يا رحمن يا رحيم يا 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 അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ ഖൽബും എല്ലാം അല്ലാഹുവിന് അറിയാം. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഫത്ഹ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാണ്. അസ്മാഉൽ ഹുസ്ന നല്ല ടൈമാ, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞ് തഹജ്ജുദിന്റെ സമയം കഴിഞ്ഞ് ആ സുബഹിന്റെ മുമ്പ് ഉള്ള ആ സമയമാണ്. ആ സമയം എല്ലാം അല്ലാഹു കേൾക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഇൻഷാ അല്ലാഹ്
നമ്മളെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയാം. ഒരുപാട് പ്രശ്നം, മക്കളില്ലാത്തവരുണ്ട്, ആൺകുട്ടികൾ വേണ്ടവരുണ്ട്, പെൺകുട്ടികൾ വേണ്ടവരുണ്ട്, സുബ്ഹാനല്ലാഹ് ഗർഭിണികളുണ്ട്, പ്രസവത്തിൽ വളരെ പ്രയാസങ്ങൾ ഡോക്ടർമാർ സ്കാനിങ്ങിൽ പറഞ്ഞ ആളുകളുണ്ട്. ഒക്കെ ഇവിടുത്തെ ബർക്കത്തോട് അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. ഈ ദിവസങ്ങളിൽ കല്യാണം നടക്കാനുള്ളവരുണ്ട്, അതൊക്കെ റാഹത്തോടുകൂടെ നടത്തണം. അല്ലാഹു തആല വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ അനുസരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ മക്കളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇന്ന് മക്കളൊന്നും വാപ്പാക്കും ഉമ്മാക്കൊന്നും അനുസരിക്കാത്ത മക്കളായി മാറാൻ ആ ഒരു പൊരുത്തക്കേടുള്ള മക്കളെ നമ്മൾ ആക്കാതിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ഖാലിഖ് യാ അല്ലാഹ് യാ ബാരിക് യാ അല്ലാഹ് യാ മുസവ്വിർ യാ അല്ലാഹ് യാ ഗഫാർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ് യാ വഖാബ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഖാബിദ് യാ അല്ലാഹ് യാ ബാസിത് യാ അല്ലാഹ് യാ ഖാഫിദ് യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സ് യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീർ യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലതീഫ് യാ അല്ലാഹ് യാ ഖബീർ യാ അല്ലാഹ് യാ ഹലീം യാ അല്ലാഹ് യാ അളീം യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ ശകൂർ യാ അല്ലാഹ് യാ അലി യാ അല്ലാഹ് യാ കബീർ യാ അല്ലാഹ് യാ ഹഫീദ് യാ അല്ലാഹ് യാ മുഖീത് യാ അല്ലാഹ് യാ ഹസീബ് യാ അല്ലാഹ് യാ ജലീൽ യാ അല്ലാഹ് യാ കരീം യാ അല്ലാഹ് യാ റഖീബ് യാ അല്ലാഹ് യാ മുജീബ് യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീം യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് യാ മജീദ് യാ അല്ലാഹ് യാ ബാഇസ് യാ അല്ലാഹ് യാ ഷഹീദ് യാ അല്ലാഹ് യാ ഹഖ് യാ അല്ലാഹ് യാ വകീൽ യാ അല്ലാഹ് യാ ഖവി യാ അല്ലാഹ് യാ മതീൻ യാ അല്ലാഹ് യാ വലി യാ അല്ലാഹ് യാ ഹമീദ് യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദി യാ അല്ലാഹ് യാ മുഈദ് യാ അല്ലാഹ് യാ മുഹ്യി യാ അല്ലാഹ് യാ മുമീത് യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് യാ വാജിദ് യാ അല്ലാഹ് യാ മാജിദ് യാ അല്ലാഹ് യാ വാഹിദ് യാ അല്ലാഹ് യാ അഹദ് യാ അല്ലാഹ് യാ സമദ് യാ അല്ലാഹ് യാ ഖാദിർ യാ അല്ലാഹ് യാ മുഖ്തദിർ യാ അല്ലാഹ് യാ മുഖദ്ദിം യാ അല്ലാഹ് യാ മുഅഖിർ യാ അല്ലാഹ് യാ അവ്വൽ യാ അല്ലാഹ് യാ ആഖിർ യാ അല്ലാഹ് യാ ളാഹിർ യാ അല്ലാഹ് യാ ബാത്തിൻ യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബ് യാ അല്ലാഹ് യാ മുന്തഖിം യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ മാലികൽ മുൽക്ക് യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിദ് യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ വലി യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ ളാർ യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റഷീദ് യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا. അപ്പൊ അല്ലാഹ് എന്നല്ലാതെ ഒരൊറ്റ ഒന്നും നമ്മളെ കൽബിൽ ഉണ്ടാവാൻ പാടില്ല. ബാക്കിയൊക്കെ ഒഴിവാക്കാം. അല്ലാഹ് എന്ന് മാത്രമേ നമ്മളെ കൽബിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വലത്തെ കൈ ഇടത്തെ നെഞ്ചിൽ വെച്ചു അല്ലാഹ് അല്ലാഹ് അല്ലാഹ്
الله 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 اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين الله وبكراماتهم وبفضائلهم اللهم حسن مرادنا واقض حوائجنا وبلغ آمالنا واشف أمراضنا وأمراض آبائنا وأمراض أمهاتنا وأمراض أزواجنا وأمراض إخواننا وأمراض أخواتنا وأمراض من حضروا في هذا المجلس العظيم يا شافي الأمراض لا شفاء لنا إلا شفاؤك لا يغادر سقما ولا علما يا الله يا الله اللهم إنا نحن عبيدك الضعفاء فاغفر لنا ذنوبنا يا الله واغفر لنا ذنوبنا يا الله واغفر لنا ذنوبنا يا الله واغفر لنا ذنوبنا يا الله برحمتك ولطفك وكرمك وجودك يا أكرم الأكرمين يا الله يا الله يا لطيف يا الله يا نور يا الله اللهم اجعلنا من محب رسول الله صلى الله عليه وسلم اللهم اجعلنا من محب رسول الله صلى الله عليه وسلم اللهم اجعلنا من محب رسول الله صلى الله عليه وسلم اللهم آتنا شفاعة رسول الله صلى الله عليه وسلم اللهم آتنا شفاعة رسول الله صلى الله عليه وسلم اللهم أرنا وجه حبيبنا صلى الله عليه وسلم بمحض فضلك وجودك يا أكرم الأكرمين يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله يا جبار يا الله يا صمد يا الله സാധുക്കളാണ് പാപികളാണ് ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനേ അല്ലാഹുവേ നീ ജന്മം നൽകിയത് മുതൽ ഈ സമയം വരെ പല തെറ്റുകളും ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് സാധുക്കളാകുന്ന ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു റബ്ബേ ആമീൻ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു യാ അല്ലാഹ് ആയിരക്കണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അതിൽ പ്രായമുള്ളവരുണ്ട് പ്രായമില്ലാത്തവരുണ്ട് ചെറിയ മക്കളെയും കൈ പിടിച്ചുകൊണ്ട് നിന്നിലേക്ക് ദുആ ചെയ്യുന്നവരുണ്ട് പടച്ചവനെ സുഖമില്ലാത്തവരുണ്ട് രോഗികളുണ്ട് പടച്ചവനെ നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ഞങ്ങൾ ഈ സദസ്സിലുണ്ട് 40 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അതിനൊരു വലിയുണ്ടെന്നാണ് എത്രയോ 40കൾ ഒരുമിച്ച് കൂടി 10 ദിവസത്തോളം ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വന്നവരുണ്ട് ഇതിനു വേണ്ടി ഖിദ്മ ചെയ്തവരുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് അല്ലാഹുവേ ഒത്തൊരുമിച്ച് ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നു സാധുക്കളാകുന്ന ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് നീ പുറത്തു തരണം റഹ്മാനേ നീ ഞങ്ങളെ വെറും കൈയോടെ തട്ടല്ല റഹ്മാനേ ആമീൻ നീ ഞങ്ങളെ വെറും കൈയോടെ നീ തട്ടല്ല റഹ്മാനേ
നീ അല്ലാതെ ഒരു റബ്ബ് ഞങ്ങൾക്കില്ല, നീ അല്ലാതെ ഒരു റബ്ബ് ഞങ്ങൾക്കില്ല, നീ അല്ലാതെ ഒരു റബ്ബ് ഞങ്ങൾക്കില്ല. സാധുക്കളാകുന്ന ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു, ഈ അടിമകൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ ആക്തിബത്ത് നന്നാക്കണമല്ലോ, ഞങ്ങളുടെ ആക്തിബത്ത് നന്നാക്കണമല്ലോ, ഞങ്ങളുടെ അവസാനം നന്നാക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണം റഹ്മാനെ, സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. വാലിമീങ്ങളുടെ ഉൽമിൽ നിന്ന് നീ കാക്കുക അല്ലാഹ്, ചതിയന്മാരുടെ ചതിയിൽ നിന്ന് നീ കാക്കുക അല്ലാഹ്. മുനാഫിഖീങ്ങളുടെ നാടിന് കാവലാകുന്ന ഭരണാധികാരികളെ നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നീ അല്ലാതെ ഒരു റബ്ബ് ഞങ്ങൾക്ക്. സാധുക്കളാകുന്ന ഞങ്ങൾ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, ആ തെറ്റുകൾക്ക് പടച്ചവനെ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ല, നീ പിടിച്ച് ശിക്ഷിക്കല്ല റഹ്മാനെ. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി. സാധുക്കളാകുന്ന ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹതിമാരുടെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് സാധുക്കളാകുന്ന ഞങ്ങളെ വെറും കൈയോടെ നീ തട്ടല്ല റഹ്മാനെ. ഇജാബത്തുള്ള സമയം, സുബയോടടുത്ത സമയം, സാധുക്കളാകുന്ന ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ വെറുതെ ആക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുക റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുക. പടച്ചവനെ, ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ, അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ്, പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്, മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈക്കാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ, പടച്ചവനെ വയറ്റിന്റെ ഉള്ളിൽ പ്രയാസമുള്ളവരുണ്ട്, ഗർഭാശയവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ മുഴ വന്നവർ, കുമിളുകൾ വന്നവരുണ്ട്, എന്റെ പരിസരത്തുള്ള പരിശോധനകൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ. പടച്ചവനെ, രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ, രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ. പടച്ചവനെ, ഒരു റോഡിന്റെ അരികിൽ നിന്ന്, ഒരു ഹമ്പിന്റെ ചാരത്തോ ഒരു കുഴിയുടെ ചാരത്തോ നിന്ന് ഒരു ബക്കറ്റ് കാണിച്ച് ആ ബക്കറ്റിന്റെ മുകളിൽ ഞങ്ങളെ ഫോട്ടോ ഒട്ടിച്ച് പിരിവെടുക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ, നീ തരല്ല റഹ്മാനെ, നീ തരല്ല അല്ലാഹ്. രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ അടുക്കൽ ചെന്നുകൊണ്ട് ഗൂഗിൾ പേക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്, നീ തരല്ല. ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ വല്ല രോഗങ്ങളുണ്ടെങ്കിൽ ഇവിടുത്തെ വറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണം, ശിഫയാക്കണം. രോഗികളായി കിടന്ന് സ്വന്തം മക്കളും കുടുംബങ്ങളൊക്കെ വെറുത്ത് ഏതെങ്കിലൊക്കെ മദീനസില് എന്റെ വാപ്പാക്കും ഉമ്മാക്കും മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കണം എന്ന് സ്ഥാനെ, അതല്ല ഹയാത്താണെങ്കിൽ അവരെ നല്ല റാഹത്തിന് ജീവിപ്പിക്കണം എന്ന ഒരു എഴുത്ത് ഞങ്ങൾ മരിക്കാൻ വേണ്ടി മക്കൾ എഴുതി കൊടുക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്കല്ല. പഠിച്ചവരെ ഒരുപാട് രോഗികളുണ്ട്, ഈ സദസ്സിൽ വന്നവരുണ്ട്. ഈ 10 ദിവസത്തെ ക്രൂസിന്റെ ഇടയിൽ ഒരുപാട് ഡോക്ടർമാർ കൈവടിച്ച രോഗികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഉള്ളവരുണ്ട്, ഈ സദസ്സിലുള്ളവരുണ്ട്. പടച്ചവരെ, നീയാണ് ഡോക്ടർ, നീയാണ് ഞങ്ങളെ പടച്ചവൻ, രോഗം തന്നവൻ നീയാണ്, മാറ്റുന്നതും നീയാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണം. പടച്ചവനെ, ഞങ്ങളെ കൊണ്ടുള്ള ഖിദ്മ ഈ ദുനിയാവിൽ എപ്പോൾ അവസാനിച്ചു എന്ന് നീ കണക്കാക്കുന്നുവോ ആ സമയം വരെ റാഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിച്ച് മരിക്കാൻ നീ ആക്കിവത്ത് നന്നാക്കി ഒരുപാട് പള്ളികൾ, മദ്രസകൾ ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഓടുന്നവരാണ്. ഞങ്ങളുടെ വീടുകളിൽ 4 മണിക്കൂർ സമയം രാത്രികളിൽ ഉറങ്ങിയ കാലങ്ങൾ മറന്നുപോയിട്ടുണ്ട്. 313 മദ്രസകൾ, ആ മദ്രസകളിൽ
252 മദ്രസകൾ പൂർത്തിയാകുന്നു. അല്ലാഹുവേ, ആ മദ്രസകൾ മുഴുവനും നീ കബൂലാക്കണം റഹ്മാനേ. ഏതെല്ലാം സദസ്സിൽ വെച്ചുകൊണ്ട് നിന്റെ ദീനിനു വേണ്ടി ഞാൻ കൈ നീട്ടാറുണ്ട് അല്ലാഹുവേ, അത് മുഴുവനും നീ കബൂലാക്കണം റഹ്മാനേ. ഇജാബത്തുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്, ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. പഠിച്ചവരെ, ഇവിടെ വന്നു പോയവർ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, പഠിച്ചവരെ അവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. പഠിച്ചവരെ, ഇവിടുത്തെ പോലീസുകാര്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ വളണ്ടിയേഴ്സുകൾ, ഖാദിമീങ്ങൾ, പഠിച്ചവര് മുൻകാലത്ത് ഈ പള്ളിയുടെ ഖാദിമീങ്ങളായി മരണപ്പെട്ടു പോയവർ, നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. പഴയ കാലങ്ങളിൽ ഇവിടെ വാഴതിനു വേണ്ടി വന്ന് ആ ഉസ്താദ്മാരൊക്കെ പലവരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളും ഒരു ദിവസം മരിക്കും, ഈ സദസ്സ് മരിക്കൂല. ഞങ്ങൾ ഒരു ദിവസം മരിക്കും, നിങ്ങൾ മരിക്കും, എല്ലാവരും മരിക്കും, പക്ഷെ ഈ സദസ്സ് മരിക്കൂല. അന്നും ഇവിടെ നേതൃത്വം നൽകാൻ ആളുകൾ അല്ലാഹു തആല നിശ്ചയിക്കും. അവരുടെ ദുആകളിൽ സാധുക്കളാകുന്ന ഞങ്ങളുടെ ഈ ഖിദ്മനെ കബൂലാക്കി പടച്ചവനെ ആ ദുആയിൽ ഒരു ഇടം നീ നൽകണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, പടച്ചവനെ പലവരും മരിച്ചുപോയി. അവരുടെ ഖബറിലേക്ക് മജ്‌ലിസിന്റെ സവാബിനെ എത്തിക്കണം റഹ്മാനേ. അടുത്ത വർഷവും ഇതുപോലെ ഞങ്ങൾക്ക് സംഗമിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്, ഹിമ്മത്ത് നൽകണം അല്ലാഹ്, ആരോഗ്യം നൽകണം റഹ്മാനേ. ഇവിടെ നിന്ന് ഞങ്ങൾ 10 ദിവസത്തെ ഈ മജ്‌ലിസ് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് കുടിയിറക്കി പടച്ചവനെ പോകുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള പൈശാചികം, മാനസികം, പടച്ചവനെ സാമ്പത്തികം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ ഉയർത്തിയ കുടി താവലോടുകൂടെ എല്ലാം നീ ഉയർത്തിക്കളയണം റഹ്മാനേ, നീ ഉയർത്തിക്കളയണം റഹ്മാനേ. അല്ലാഹുവേ, ഈ നാട്ടിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്, പരിസരങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനേ. ബീബി ഉമ്മയുടെ നദർ നൽകണം റഹ്മാനേ, ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ പ്രയാസത്തും ഞങ്ങളെ നീക്കാക്കുക അല്ലാഹ്. ഞാൻ ഇവിടെ വന്നാൽ എന്നെ ക്ഷണിച്ചവരുണ്ട്, ഞാൻ ഇവിടെ റെയിൽവേയിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരനുണ്ട്, എനിക്ക് താമസിക്കാൻ സൗകര്യമാക്കിയവരുണ്ട്, പഠിച്ചവരെ അങ്ങനെ ഖിദ്മ ചെയ്ത ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകുക റഹ്മാനേ. ഞങ്ങളുടെ ഡ്രൈവർമാര്, ഖാദിമീങ്ങള്, അവർക്കൊക്കെ നീ ഖൈർ നൽകണം റഹ്മാനേ. ഞങ്ങൾ ഉറക്കമൊഴിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ കൂടെ ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുന്നവരാൾ ഞങ്ങളുടെ ഡ്രൈവർമാർ, അവർക്ക് നല്ല ഹിഫ്ള് നൽകണം റഹ്മാനേ, ഹിഫ്ള് നൽകണം റഹ്മാനേ. ഈ സ്ഥാപനം, ഈ മസ്ജിദ്, ഇവിടെയുള്ള ഒരുപാട് പരിസരങ്ങളിലെ മസ്ജിദ്, മദ്രസകളൊക്കെ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ ഖിദ്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്, നീ തൗഫീഖ് നൽകണം റഹ്മാനേ. പടച്ചവനെ, ധാരാളം ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹ് പടച്ചവനെ ഒരുപാട് ആളുകൾ ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആക്സിഡന്റിൽപ്പെട്ട ആളുകളുണ്ട്, അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനേ. ഓരം നഷ്ടപ്പെട്ടുകൊണ്ട് വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ദ്വാരമുണ്ടാക്കി വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. നീ ശിഫ നൽകണം റഹ്മാനേ. പടച്ചവനെ, എപ്പോഴും എല്ലാ നാടുകൾക്കും അത്താണിയായി പ്രവർത്തിക്കുന്ന പ്രവാസികളാകുന്ന കൂട്ടുകാർ, ഇവിടെയും ഇവിടുത്തെ കൊടി ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് അവർക്ക് ഗൾഫിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജോലിയിൽ, അവരുടെ കഫാലത്തിന്റെ വിഷയത്തിൽ, കഫീന്റെ വിഷയത്തിൽ, ബിൽഡിംഗ് ഓണർമാരുടെ പ്രശ്നത്തിലൊക്കെ ഉള്ളവരുണ്ട്. വീടിന്റെ പണി നടക്കുന്ന ആളുകളുണ്ട്. പടച്ചവനെ, നീ സലാമത്ത് നൽകണം റഹ്മാനേ, സലാമത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗ്ഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി തങ്ങളുടെ ചാരത്ത് ഇതുപോലെ ഞങ്ങൾക്ക് കാണാം. ഭീമാപള്ളി ഉറൂസിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അവിടെ ഞങ്ങൾ കണ്ടുകൊണ്ടവരുണ്ട്. അതിന്റെ കമ്മിറ്റിക്കാരാണ്, അവിടെ വന്നവരാണ്, ഖിദ്മ ചെയ്തവർ. ആ നിലക്ക് കൽബ് കൊണ്ട് പൊരുത്തപ്പെടുന്ന ബന്ധമാക്കണം. ഒരൊറ്റ ആലിമിനെയും തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ. അമ്പിയാക്കന്മാരുടെ അനന്തരമാണ് ആലിമീങ്ങൾ. ഒരു ആലിമിനെ